ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്തൊരു വ്ളോഗിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ വന്നിപ്പോൾ എത്രയാണ്? തേർഡ് ഡേ ആണ്. ഇന്ന് ഇല്ലെങ്കിൽ ഈ 2 ദിവസം ഫുള്ള് തിരക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരുന്നു. പക്ഷെ ഇന്ന് കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ട്, ഇല്ലെങ്കിൽ എനിക്ക് 10-നാണ് ഇറങ്ങേണ്ടത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇല്ലെങ്കിൽ ഇന്നലേക്ക് 10:5 ആ സമയമാകുമ്പോഴത്തേനും ഓടി എല്ലാം ചെയ്തു. പക്ഷെ ഇന്ന് വേഗം കഴിഞ്ഞു. ഇന്ന് എനിക്ക് സമാധാനമായിട്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് മെല്ലെ നടന്നിട്ട് പോവാം. ഇല്ലെങ്കിൽ നേരത്തെ ഓടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടുത്തെ അപ്പുറത്തേക്ക് ചേച്ചിമാരൊക്കെ പോയി. ഇപ്പോൾ ഒരു ചേച്ചി മാത്രം ഇവിടെ ഉണ്ട്. ഇപ്പൊ കാണിക്കുന്നില്ല. അപ്പോൾ ഇപ്പുറത്തെ ചേച്ചിയുണ്ട്. അപ്പൊ ആ ചേച്ചീനൊക്കെ വഴിയെ കാണിക്കാട്ടോ ഗൈസ്. എല്ലാവരുമായിട്ട് നല്ല കമ്പനിയായി. എനിക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഇവിടെ നിന്ന് പോകുമ്പോ വിഷമാവും അല്ലേ? പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ അടുത്ത് തന്നെ തൃശ്ശൂരുകാരിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ആള് വോക്കിയാണ്. അപ്പൊ ആള് ചെയ്തോട്ടെ. മമ്മി ഇവിടെ ഇപ്പൊ നീറ്റ് എനിക്ക് ഫുഡൊക്കെ ആക്കി തന്നെ എൻ്റെ എല്ലാം സെറ്റ് ചെയ്തു. ഇനി എന്നെ അവിടുത്തെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ട്, നീ ഇറങ്ങിക്കോന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇനി സംസാരിച്ചിരുന്നു. ഇനി എന്നത്തെ പോലെ ഞാൻ വായിക്കും. അപ്പൊ ഞാൻ ഐ എം ഗോയിങ് ബൈ ദ ബൈ. പഠിക്കേണ്ട സാധനം അതന്നെ, ബാഗിൽ പഠിക്കേണ്ട സാധനങ്ങൾ കുറവും. ബാക്കിയുള്ളത് ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, കൊട, ഇതൊക്കെയാണ്. അതൊരു ഇതില്ലേ, പഠിക്കണത് അതൊരു വലിയ സ്ഥലത്താ. പഠിക്കണ്ടല്ലോ അല്ലേ? ഓക്കെ, ഞാൻ പോട്ടെ. ഒരു മൂവിയില്ലേ പൊറോട്ട ബുക്കൊക്കെ ഞാൻ പൈസ എനിക്ക് ആവശ്യമില്ലാണ്ട് ഞാൻ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ 20 റുപ്പീസ് എടുത്തിട്ടുള്ളൂ. ബാക്കി ഗൂഗിൾ പേ വഴി അയച്ചേക്ക്. ശരി അമ്മ, എന്നാ പോയിട്ട് വരാം. ചേച്ചി ബൈ, സി യു വൈകിട്ട്. ചേച്ചി നമ്പർ എനിക്ക് സെൻഡ് ചെയ്തിട്ട് കിട്ടോ അമ്മേ? കാരണം നമുക്ക് ഇനി കോണ്ടാക്ട് ചെയ്യാറുണ്ട് വൈകിട്ട്. ശരി എന്നാ ബൈ. ഇവിടെ ഫ്ലൈറ്റ് പോടിക്കും ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ പപ്പടം ഓർമ്മ വരും. ശരി, പണ്ട് പറയുന്നത് ഓർമ്മ ഉണ്ടോ? പപ്പ ഉണ്ടാവും, ഐ മീൻ പപ്പ ഉണ്ടാവും, ചാച്ച നമ്മള് ഇങ്ങനെ കാണിക്കും. പണ്ട് ഐ മീൻ നമുക്ക് ഗൾഫ് എന്ന് പറഞ്ഞ ഫ്ലൈറ്റിലാണ്, അങ്ങനെയൊക്കെ പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ കൊച്ചാവുമ്പോ അങ്ങനെ ചാച്ചയൊക്കെ കാണിക്കും. അതെ, അപ്പൊ എന്തായാലും പോയിട്ട് വന്ന് നോക്കിട്ട് എവിടേക്കത്. വീട്ടിലത്തെ സ്വഭാവവും ഇവിടുത്തെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല. ഞാൻ അത് കൊണ്ടുപോകാൻ വേണ്ടി എടുത്തിയാണ്. എന്തിനു ഓടി വന്നപ്പോ ഇങ്ങോട്ട്? 3 തന്നത്. അതെ, ശരി, നോക്കി പോട്ടാ. എപ്പോഴും ഒറ്റപ്പാലത്തെ പോലെയാണ്, അലഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. എവിടെ പോയാലും പിന്നെ ഫ്രണ്ട്സുകളിലും കിട്ടും. 2-3 ഉണ്ട് കൂടെ. ബൈ. അപ്പോൾ അവിടെ പോട്ടെ. ഇവിടെ ആരുമില്ല, ഞാൻ ആ മോള് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ മോളിൽ ഞാൻ കാണിച്ചു തരാം. ഇന്നലെയൊക്കെ പറഞ്ഞതാണ് നമ്മൾ കാണിക്കാൻ, വീഡിയോ എടുക്കാന്നൊക്കെ. എന്തായാലും ആൾ റെഡി ആയിട്ടില്ല, റെഡി ആയിട്ട് കാണിച്ചു തരാം. ഹലോ ഒക്കെ പറ. അപ്പൊ ഇവര് ഫിലിമിന് പോവാണ് കേട്ടോ. ഞാൻ റൂംമേറ്റ്, ഞാൻ രാവിലെ പറഞ്ഞില്ലേ ചേച്ചി, ആ ചേച്ചി ഈ ചേച്ചിയാണ് ലീന കൊച്ചാണ്, തൃശ്ശൂർക്കാരിയാണ്. അപ്പൊ ഇവരെല്ലാരും കൂടി ഫിലിമിന് പോകണം കേട്ടോ. ഞാൻ പോണില്ല, കൊറേ അധികം വിളിച്ചു. കുഴപ്പമില്ല, ഞാൻ പോകുന്നില്ല വെച്ചിട്ട് തന്നെയാണ്. എനിക്ക് കുഴപ്പമില്ല. ഇനി 2 കൊച്ചുങ്ങളും കൊണ്ട് ആ മോള് പറഞ്ഞു ബാക്ക് മാത്രം കാണിച്ചാൽ മതിയെന്ന്. അതാണ്ടോ ബാക്ക് മോളിൽ കാണിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? അതാ, ഈ മോളുടെ പേര് അക്സ എന്നാണ്. അപ്പൊ കുഴപ്പമില്ലേ, റിഫ മോളാണ് കേട്ടോ. ഓക്കെ, ടാറ്റാ. നോക്കി പോയിട്ടോ കേട്ടാ. 6:40 കേട്ടോ ടൈം. അപ്പൊ അവരെന്തായാലും ഏതൊരു ഫിലിമിന്റെ പേര് പറഞ്ഞതിന് പോവാണ്. അവരൊക്കെ പോയി കേട്ടോ. അവര് എന്താ പറയുക, ഒക്കെ സിനിമയ്ക്ക് പോയി. പിന്നെ ഇവിടെ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി ഇപ്പോൾ വരും. ചേച്ചി ഫുഡ് എടുക്കാൻ വേണ്ടി പോയിരിക്കുക. ചേച്ചി ഒരു 3 മണിക്കൊക്കെ പോകും ഇവിടെ നിന്ന്. ഇവിടെ ഒരു വാർഡൻ ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചി ഫുഡ് എടുക്കാൻ വേണ്ടി പോയിരിക്കുക. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാട്ടോ. അപ്പോൾ അവരിപ്പോൾ വരും.
പിന്നെ ഇവിടെ പേടിയൊന്നുമില്ല, ഇവിടെ അടുത്തൊക്കെ നിറയെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്നലെ ഇവർ രാത്രി ഇരുന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്താട്ടോ സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അവർ എന്നെ കുറേ വിളിച്ചു, എനിക്കെന്തോ ഒന്നിനും തോന്നുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അപ്പോൾ അവരെന്തായാലും വരട്ടെ പോയിട്ട്. ഗൈസ്, ക്രിസ്മസ് ആയതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ സ്ക്വയർ മോളല്ലേ ഇത്? ഞാൻ ഫസ്റ്റ് ടൈം ആവുന്നു. ഓടണ്ടേ? തുറന്നിട്ടുണ്ടാവില്ലേ? ആയി. യെസ്, ഇന്ന് സിനിമയുടെ ഫസ്റ്റ് ഞങ്ങൾക്ക് മിസ്സായ ഇല്ല ആവില്ല. ഞങ്ങൾക്ക് മിസ്സാവില്ല എന്നാണ് പറയുന്നത്. ഈശ്വര, ഒരു ബൾബ് പോലൊരു കുരു വന്നിരിക്കുന്നത്. ഗൈസ്, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഏത് മൂവിക്കാന്ന് ഞാൻ ഏത് മൂവിക്കാന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അല്ല, ഹലോ മൂവി കാണാനാണ് വന്നേക്കുന്നത്. അപ്പോൾ സിനിമയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ചോറില്ലെന്ന് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവന്നത് ഒരുപാട് വേസ്റ്റ് അയച്ചിട്ട് കുട്ടിക്ക് ചോറേ ഇല്ല. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞ് വന്നില്ല. ഉച്ചയ്ക്ക് ചോറ് കുറേ ബാക്കി വന്നു വെച്ചിട്ട് രാത്രി ചോറില്ല. ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഓരോന്ന് റൂമിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. വേഗം പ്ലേറ്റ് എടുത്തിട്ട് വന്നോ, ഉള്ള ചോറ് മമ്മി എടുത്തു തരാം. എല്ലാവർക്കും മോള് കഴിക്കി എന്നിട്ട് എല്ലാരും പറയും അമ്മേനെ കൊടുന്ന ഫീൽ, അമ്മേനെ കൊടുന്ന ഫീൽ. ഒരു പേടിക്കുവോ മമ്മി കഴിക്കുന്ന പറയുമ്പോ അയ്യോ നീ മതി എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ടൈമിൽ കയറി വന്നത് മഴ പെയ്തു. അതവിടെ മറ്റേ മീൻകറിയും ചോറൊക്കെയാണ്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. മമ്മിയുടെ ഒരു റിലേറ്റഡ് മൂവി. അതെയോ? മമ്മി ഇല്ല, പക്ഷെ മമ്മിയുടെ ആത്മാവ്. ശരി ഇപ്പൊ പോയിട്ട് പ്ലേറ്റ് എടുത്തിട്ടോ. അപ്പോ കാണിക്കണ്ടെന്ന് പറഞ്ഞോണ്ട് ഞാൻ കാണിക്കണില്ല. പകുതി കൈ കാണുന്നുണ്ട്, കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? സൂപ്പർ. ഈ ഹോസ്റ്റലിൽ ഫുഡ് കൊള്ളാട്ടോ. ഹോസ്റ്റൽ പോലെ അല്ല അവര് കൊണ്ട് നടക്കുന്നേ. ശരിക്കും ഒരു വീടിന്റെ ഹോസ്റ്റലല്ല, ഇത് PG ആണോ? അല്ല, ഇത് PG പോലെ വീടിന്റെ ഒരു സെറ്റപ്പാണ്. പിന്നെ വീട്ടിലൊരു അമ്മയുണ്ട് അല്ലേ? ഏതമ്മയാ? ഉച്ചക്ക് വേണം പോകുന്നത്. അപ്പൊ നമുക്കിന്ന് കഴിക്കാനുള്ളത് മീൻ കറി ആൻഡ് മീൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, പിന്നെ കുറച്ച് ചേച്ചി നാട്ടിൽ നിന്ന് കൊടുക്കുന്ന അച്ചാറൊക്കെ ഉണ്ട്. നിങ്ങൾ കഴിച്ചായിരുന്നോ? അവിടെ ഒരു കൊച്ചുണ്ട് കേട്ടോ, ഇവിടെ കാണിക്കേണ്ടത് ഞാൻ കുറച്ച് കാണിച്ചിട്ടാ. പിന്നെ എൻ്റെ ലീന കൊച്ചിന് പിന്നെ കുഴപ്പമൊന്നുമില്ല, സുന്ദരിയാണ്. അമ്മ ഉണ്ടോ? ഉണ്ടല്ലേ? ഇവരൊക്കെ ഇല്ലേ കഴിക്കാൻ ഭയങ്കര പിശുക്കത്തിയാണ്, കഴിക്കുന്നില്ല കേട്ടോ. വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ ലൈവ് വരുന്നുണ്ടെന്ന് പറയും. ഞാൻ ഉണ്ണി ഭാവിക്കും ഫുഡ് മിരട്ടി കൊടുക്കണമെങ്കിൽ അവർക്കും കൊടുക്കും കേട്ടോ. ഓക്കെ, ഫുഡ് കൊള്ളാമോ മോളെ? സിനിമ നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ട്. ഇവിടെ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന ഫുഡൊക്കെ അധികമായിട്ടുണ്ടായിരുന്നു. ഈ മോള് ഉച്ചയ്ക്ക് വന്നിട്ട് ഫുഡ് കഴിക്കാൻ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല. പറ്റിച്ചു. അപ്പൊ ഇവരെന്തായാലും കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, ഫുഡ് എന്തായാലും കഴിക്കൂ. ഗുഡ് മോർണിംഗ്. അപ്പോൾ അടുത്ത ദിവസമാണ് കേട്ടോ, അടുത്ത ദിവസമാണ്. അപ്പൊ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ആൻഡ് കുറുമക്കറി. അതെന്താ കൊട്ട് കേൾക്കുന്ന? കൊട്ട് വെക്കുമല്ല, പണി നടക്കുമോ? ആണോ? ചേച്ചിമാരൊക്കെ പോയോ? പോയി തോന്നുന്നു, എല്ലാവരും നേരത്തെ പോകും. അതെ, അല്ലെങ്കിൽ ചേച്ചി പോയോ? ആ ചേച്ചി പോയോ? തൊട്ടപ്പുറത്തെ ശരി, കഴിക്കട്ടോ. അപ്പം ഞാൻ ഉണ്ണിക്ക് ചോറാക്കി കൊടുക്കട്ടെ കേട്ടോ.
അപ്പൊ അതിന് വേണ്ടിട്ട് മമ്മീനെ ഡെയിലി നീക്കിപ്പിക്കാൻ. സാരില്ല. ഇന്ന് വൈകിയോ? അതെ, ചേച്ചി വിളിച്ചു. നോക്കി പോയിട്ട് കേട്ടോ. ബൈ ബൈ. എത്ര ദിവസമാണെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്തിനാ വന്നേ, എന്താ പഠിക്കണമെന്നൊക്കെ. എന്തായാലും വഴി പറഞ്ഞു തരാം കേട്ടോ. നമ്മളെന്തായാലും എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തട്ടെ വെച്ചിട്ടാണ് വഴി നമ്മൾ പറഞ്ഞു തരാം അല്ലേ. ഓക്കെ, ബൈണ്ണി നോക്കി പോട്ടാ. അവിടുന്ന് അപ്പുറത്തിന് 2-3 കുട്ടികളുണ്ട് കേട്ടോ. റൂമാക്കിയിട്ടിട്ട് പോയിരിക്കുന്നത്. ഇങ്ങനെ ഇട്ടിട്ട് പോകും രാവിലെ. എന്നിട്ട് ഞാൻ അതിനെ വരുമ്പോഴത്തേനും റെഡിയാക്കി വയ്ക്കും. വന്ന ഉടനെ തുടങ്ങും. നമ്മുടെ വീട്ടിലാവുമ്പോൾ അവൾ എവിടെ ഒരു സാധനം വലിച്ചെറിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ അവളിപ്പോൾ ഞാൻ വൃത്തിയാക്കുന്നു വെച്ചിട്ട് എല്ലാവരുടെയും വിളിച്ച് വരിയിടും. അതിൽ അവൾ പോയി. ഇനി ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ, അതൊക്കെ ചെയ്യട്ടെ. എനിക്കിനി കുറച്ച് എന്താ പറയുക, ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. പിന്നെ മരുന്നൊക്കെ ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കഴിച്ചിട്ട് മരുന്നൊക്കെ കഴിക്കട്ടെ. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഒരുപാട് പേര് പറഞ്ഞിരുന്നു മമ്മീനെ ഇങ്ങനെ കണ്ടതിൽ സന്തോഷമായി, ഒരു ചിരിച്ച് കണ്ടതിൽ സന്തോഷമായിരുന്നു. എനിക്കും സന്തോഷം നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ പറഞ്ഞതിൽ. ഞാൻ അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ എന്നെ തന്നെ ഞാൻ മറന്നു പോകും ചിലപ്പോൾ കേട്ടോ. ഞാൻ ആ ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ എത്തിയിരുന്നത്. ഇവിടെ വന്നിട്ടും എനിക്ക് അങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ ഓക്കെ ആവാനും സന്തോഷിക്കാനൊന്നും പറ്റുന്നില്ല. ഇവരൊക്കെ നല്ല ഫിലിമിനൊക്കെ പോയി. ഞാൻ അതിനൊന്നും പോയില്ല, കാരണം എനിക്ക് അതിനൊന്നും പറ്റുന്നില്ല. പിന്നെ ഇന്നത്തെ നമ്മൾ 3ാമത്തെ ദിവസമൊക്കെയാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്തിനാ വന്നത്, അത് പറഞ്ഞൂടെന്ന്. പറയാം കേട്ടോ. നമ്മളത് എന്തായാലും ആ കോഴ്സൊക്കെ ഒന്ന് കഴിയട്ടെ. നമ്മൾ പറയില്ലേ എന്തും അത് പറഞ്ഞു കഴിഞ്ഞ് സക്സസ്സിൽ എത്തിക്കിട്ട് പറയുന്നത് നല്ലതെന്ന്. ഇത്ര നാളൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അതൊക്കെ വിശ്വസിച്ച് പോവാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ ഉണ്ണീനെയൊക്കെ പറഞ്ഞയച്ചു. ഞാനും വന്നു കേട്ടോ. ഇവിടെ കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ ചെയ്യാണ്ട്. അവൾ വാരി വലിച്ചിട്ടിട്ട് പോകും. വീട്ടിലാണെന്ന് വെച്ചാൽ അവൾ അതൊക്കെ ചെയ്യും. പിന്നെ ഒരുപാട് പേര് ഇന്നലെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞിരുന്നു മമ്മീനെ സന്തോഷമായി അങ്ങനെ കണ്ടതിൽ, മമ്മി ഹാപ്പി ആയിട്ടിരിക്കണം, അതുപോലെ മമ്മി റെഡി ആയിട്ട് കണ്ടതിൽ സന്തോഷമായി എന്നൊക്കെ ഒരുപാട് പേര് ഞാൻ ചിരിച്ച് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് പേര് കേട്ടോ, കയ്യിലെണ്ണാവുന്ന പേര് ഞാൻ കരഞ്ഞ് ഞാൻ ജീവിക്കുകയേ വേണ്ടെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. കാരണം അത് ഞാൻ അറിയാനിടയായത് എപ്പോഴാച്ചാൽ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു 2 ദിവസം മുൻപാണ് കേട്ടോ. ഞാൻ എൻ്റെ ഈ മാറ്റത്തിൻ്റെ തന്നെ ഒരു അതെന്ന് വേണിച്ചാൽ പറയാം. പെണ്ണിന് ശത്രു പെണ്ണ് തന്നെ എന്ന് പറയണ പോലെ ഒരു പെണ്ണ് കാരണമാണ് കേട്ടോ ഞാൻ ഇന്ന് ഇങ്ങനെ ഒന്ന് റെഡി ആവാനും ഇല്ലെങ്കിൽ ഇവിടേക്കൊക്കെ വരാൻ തന്നെ കാരണം ഞാൻ വിചാരിച്ചേ ഞാനൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഞാനൊക്കെ നന്നായി പ്രാർത്ഥിക്കും, ദൈവമേ അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ, ഇല്ലെങ്കിൽ അവരെങ്ങനെ ഇത്രയും വലിയൊരു ദുരന്തം സഹിക്കുകയെന്ന്. നമ്മളുടെ വീട്ടിൽ വരുമ്പോൾ മാത്രമാണ് കേട്ടോ ഇതിനിത്രയും വലിയ ഒരിത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. വേറൊരു വീട്ടിലാണ് പറഞ്ഞ് നമ്മൾ വിചാരിക്കുക 4 ദിവസം ഉണ്ടാവും, അവർ മരിച്ചല്ലേ, അത് കഴിഞ്ഞു നമ്മൾ മറക്കും. പക്ഷെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്കത് ജീവിതകാലം നമ്മുടെ ഈ ഒരു ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഏത് സമയം കരഞ്ഞുകൊണ്ടിരിക്കാനും നമുക്ക് പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്നും അതിങ്ങനെ അങ്ങനെ അലതല്ലിയിട്ടുണ്ടാവും കേട്ടോ. കുറച്ച് ദിവസം മുൻപ് ഒരു പെണ്ണ് തന്നെ അവളെന്നെ പറയാം, കാരണം അവൾക്ക് വേറെ ഒരു വാക്കും ചേരുന്നില്ല. ഇത്രയ്ക്കും വൃത്തികെട്ട ഒരു സ്ത്രീനെ ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ കാണുന്നത്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാൻ ഇപ്പം ആഗ്രഹിക്കുന്നില്ല. അവൾ ചെറുതായിട്ടൊരു ഗെയിം കളിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കിന്ന് ഈ ഒരു ചേഞ്ച് ഉണ്ടായത് കേട്ടോ. നമ്മളുടെ കുറ്റവും കുറവും പറഞ്ഞ് വേറെയുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക. ഇവളുടെ ഹസ്ബൻഡിൻ്റെ ആരൊക്കെ കൂട്ടുകാരനെയൊക്കെ വെച്ചിട്ട് ഇവള് വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നമ്മളെക്കുറിച്ച് മോശമായി പറഞ്ഞിട്ട് ഇത് എൻ്റെ തന്നെ പരിചയത്തിലുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് ഇവൾ അവരോട് പറയുക ഞങ്ങളോട് പറയല്ലേ കേട്ടോ എന്ന്. ഇപ്പം നമ്മളെ പരിചയമുള്ളവർ ഒരിക്കലും നമ്മളോടത് പറയാതിരിക്കില്ല.
അപ്പോൾ ആ വോയിസിൽ അവർ ഭയങ്കരമായിട്ട് ഏട്ടനെ കുറിച്ച് സങ്കടകരമായിട്ടൊക്കെയാണ് കേട്ടോ അവർ പറയുന്നത്. ഞാൻ അവരോട് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളോളം സങ്കടം ആർക്കും ഇല്ല. അതുകൊണ്ട് ഞങ്ങളെ തകർക്കാൻ അത്രയും ഏട്ടനോട് സ്നേഹമുള്ള ഒരാളാണെങ്കിൽ ഏട്ടൻ്റെ ഭാര്യയും മക്കളെയും തകർക്കാൻ ഇവർ നോക്കത്തില്ലല്ലോ. അപ്പോൾ ഇവർ നോക്കില്ലല്ലോ. അപ്പോൾ തന്നെ മനസ്സിലായി ഈ പെണ്ണിനെ എനിക്ക് പെണ്ണെന്ന് തന്നെ പറയുന്ന വേറൊന്നും കൊണ്ടല്ല, അവൾക്ക് ഒരു പെൺകുട്ടി ഉണ്ട് കേട്ടോ. ഒരിക്കലും ഒരു അമ്മയായിരിക്കാനുള്ള ഒരു അർഹത ആ കുട്ടിക്ക് ഇല്ല. കാരണം എന്താ, അത്രയ്ക്കും വൃത്തികെട്ടൊരു സ്വഭാവം. ഇവിടെ പറയുന്നത് അപ്പുറത്ത് പറയുക, എന്നിട്ട് അവരോട് പറയണ്ടെന്ന് പറയുക. ഇതൊക്കെ ഭർത്താവ് അറിയണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ഏട്ടനൊക്കെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ സമ്മതിക്കില്ല കേട്ടോ. കാരണം അവിടെ ഇവിടെയും പറഞ്ഞ് മറ്റുള്ളവരുടെ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് 2 പെൺകുട്ടികളാണ്, അതുപോലും വിചാരിക്കേണ്ട അവരവിടെയും ഇവിടെയും പറഞ്ഞ് മോശമായിട്ടുള്ള 2 വോയിസ് എൻ്റെ അടുത്ത് കിട്ടാനിടയായിട്ടോ. പിന്നെ ഇവർ 2 കമൻറ്റും ഇട്ടിട്ടുണ്ട് കേട്ടോ. വേറൊരു വീടിനടിയിൽ പോയിട്ട് ഭയങ്കര മോശമായിട്ട് 2 കമൻറ്റ് എല്ലായിടത്തും ഒരു കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടുകയാണ്. അത് ഞാൻ സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാരണമാണ് കേട്ടോ ഞാൻ കുറച്ചെങ്കിലും ഞാൻ മാറിയത്. കാരണം നമ്മൾ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമ്മളെ കരച്ചിൽ ആർക്കും കാണണ്ട എന്നുള്ളത് മനസ്സിലായത് ഈ ഒരു കുട്ടി കാരണമാണ്. ഇങ്ങോട്ട് വരണതിൻ്റെ 2 ദിവസം മുൻപാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവണേ. ഞാൻ കുറേ ഇരുന്ന് കരഞ്ഞു, കുറേ. അവളിപ്പോൾ നമ്മളെ ബ്ലോഗൊക്കെ ചെയ്തു കേട്ടോ. നമ്മൾക്ക് പരിചയമുള്ളതാണ്, ഏട്ടൻ്റെ വഴി പരിചയമുള്ളതാണ് കേട്ടോ. എന്നിട്ടാണ് ഈ വക പണി ചെയ്യുന്നത്. അപ്പോൾ സാരമില്ല, ഇന്ന് നമ്മുടെ വീട്ടിൽ നാളെ മറ്റുള്ളവരുടെ വീട്ടിൽ, അത്രയേ ഉള്ളൂ. പിന്നെ ഒരുപാട് ഞാൻ വേദനിച്ചു കേട്ടോ 2 ദിവസം മുൻപൊക്കെ. കാരണം കൂടെയുള്ള ആൾക്കാരും കൂടി നമ്മളെക്കുറിച്ച് ഇത്രയും നെഗറ്റീവാണ് പറയണേ എന്ന് ആലോചിച്ചപ്പോൾ എല്ലാവരും ഇല്ല കേട്ടോ. കുട്ടിക്ക് വേറൊരു വൈരാഗ്യമുണ്ട് നമ്മളോട്, അതങ്ങ് തീർത്തതാണ് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. ഈ പെൺകുട്ടി എൻ്റെ ഒരു ഫ്രണ്ടിനോടാണ് പറഞ്ഞേക്കുന്നത്. ആ കുട്ടി പറയാണ്, ആരും അറിയാത്ത എന്നോട് ഇത്രയും കാര്യം ചേച്ചീനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവർക്ക് അറിയുന്ന ആൾക്കാരോട് എത്ര ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടാവുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. സാരമില്ല, പറയാൻ പറ്റുന്നവരടുത്തൊക്കെ പറയട്ടെ, എല്ലാവരോടും പറയട്ടെ. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മളെ കൂടെ നിൽക്കുന്നവരെയാണ് നമ്മളെ ഈ ശത്രു എന്നുള്ളത് നമ്മളെ തിരിച്ചറിയണം. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, ഞങ്ങളുടെ വഴി നോക്കി എങ്ങനെയെങ്കിലും ജീവിക്കുക എന്ന് വിചാരിച്ച് വരുമ്പോഴാണ് കേട്ടോ ഓരോന്ന് പൊങ്ങുന്നത്. കാരണം അവർക്ക് ഞങ്ങൾ ജീവിക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. ആ വോയിസിലുള്ള കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ വീഡിയോസ് ഇടണു, മക്കൾ വീഡിയോസ് ഇടണു എന്നൊക്കെയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഉണ്ണീനെ കുറിച്ചൊക്കെ മോശമായിട്ടൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ പറയുന്ന ആൾക്കാർ അങ്ങനത്തെയുള്ള സ്വഭാവക്കാരാണ്, അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞേക്കുന്നത്. അത് സാരില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളത്. നമ്മൾ തളർന്നിരുന്നവർക്കൊക്കെ ഹാപ്പിയാണ്. അയ്യോ, നമ്മളങ്ങ് തളർന്നിരുന്ന ഇവർക്കൊക്കെ ഹാപ്പിയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ അപ്പുറമായിരിക്കും ഇവർക്കൊക്കെ ദൈവം വെച്ചിട്ടുണ്ടാവുക. ശരിക്കും ഞാൻ പറയില്ല. അപ്പം ആ പെണ്ണിനെ ഒരു പെൺകുട്ടി, ഞാൻ പെണ്ണ് തന്നെ പറയണം. എന്താ പറയുക, വേറൊന്നും കൊണ്ടല്ല, ഒരു കറണ്ട് പോയിട്ടോ. ഞാൻ പെണ്ണ് തന്നെ പറയുന്നത് എന്താ പറയുക, വേറൊന്നും കൊണ്ടല്ല, മനസ്സുകൊണ്ട് അത്രയ്ക്കും മട്ടിച്ചിട്ടാണ് പറയുന്നത്. അവൾക്കൊരു പെൺകുട്ടിയുണ്ട്. അവൾക്കൊരു പെൺകുട്ടി ഉണ്ടായിരിക്കുകയാണ് എൻ്റെ 2 പെൺകുട്ടികളുടെ ഭാവി നശിപ്പിക്കാൻ അവൾ നോക്കുന്നത്. പിന്നെ അവളുടെ പെൺകുട്ടിയുടെ ഭാവി ദൈവം നോക്കിക്കോളൂ അല്ലേ? അതെ. അപ്പോൾ ഇതൊന്ന് പറയണമെന്ന് തോന്നി കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് എനിക്കില്ലേ, ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങ് താഴ്ത്തും അങ്ങോട്ട് ഭൂമിയിലേക്ക്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു സങ്കടം ഉണ്ടെങ്കിലും നമ്മുടെ സങ്കടമല്ലേ, ആർക്കും അതിലൊരു ഇതുമില്ല. ഞാൻ ചിരിച്ച് കണ്ട് ഒന്ന് സന്തോഷിച്ച് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. ഓരോ കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ മമ്മി ഇങ്ങനെ ഒന്ന് ആവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് ഇൻസ്റ്റയിൽ ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. പിന്നെ എൻ്റെ നല്ലവരായ കുറച്ച് നാട്ടുകാരുണ്ട്, എനിക്ക് എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നമ്മളിങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര വിഷമം കേട്ടോ. പിന്നെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. ഒരാൾ നന്നാൽ മതി നമ്മുടെ കൂടെ, അത്രേ വേണ്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് പറയണമെന്ന് തോന്നി. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ഇത്രയും വൈരാഗ്യ ബുദ്ധിയുള്ള മനുഷ്യരുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഏട്ടൻ്റെ മരണത്തോടു കൂടിയിട്ടാണ് കേട്ടോ. എവിടെ നിന്നൊക്കെ വരണം അറിയോ, നമ്മളെ കൊണ്ട് ഒരു ഉപദ്രവം നമ്മളതിന് മുൻപ് ഉണ്ടാക്കാത്ത ആൾക്കാരൊക്കെ വരണത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മനുഷ്യൻ ഇതാണ്, ഇവരുടെ അടുത്ത് ഇത് പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളത്.
ഇപ്പോൾ ഞങ്ങളെ ഒരു തരത്തിലും ഒന്നും ബാധിക്കില്ല കേട്ടോ. ഏട്ടൻ്റെ ഒരു വേദന ബാധിക്കുന്നല്ലാണ്ട് വേറെ ഒന്നും നമ്മളെ ബാധിക്കില്ല. എന്നെ പിന്നെ എൻ്റെ മക്കൾ പറഞ്ഞ അത്രയും അവർ ബോൾഡാണ്. പക്ഷെ എന്നെ ഏട്ടൻ്റെ ഒരു വേർപാട് എന്നെ തളർത്തി എന്നല്ലാതെ വേറെ ജനങ്ങൾ എത്രയൊക്കെ തന്നെ എന്നെ തളർത്താൻ നോക്കിയാലും എനിക്കത് ബാധിക്കില്ല കേട്ടോ. കാരണം അത്രയ്ക്കും മാത്രം എൻ്റെ മനസ്സൊക്കെ കല്ലായിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങൾ യൂട്യൂബിൽ വന്ന് പറയാൻ പറ്റില്ല. അതിൻ്റേതായ രീതിയിലുള്ള നല്ല വേദന എനിക്കുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ ഓരോ ആൾക്കാരും നല്ല വെള്ള ചമഞ്ഞ് ഇങ്ങനെ പറയുക. ഏത് വീട്ടിലാണ് ഒരു പ്രശ്നങ്ങളില്ലാത്ത, അതൊക്കെ മറന്നിട്ട് ഞാൻ തന്നെ നല്ലത്, ഇല്ലെങ്കിൽ നമ്മളാണ് എല്ലാം തികഞ്ഞ ആൾക്കാർ എന്നുള്ള രീതിയിൽ ചില ആൾക്കാർ വന്ന് പറയുമ്പോഴേ നമ്മൾ വിചാരിക്കും അതൊക്കെ ഫുള്ള് നുണയായിരിക്കും. അതെന്തേലും പോട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ അപ്പോൾ ഇതൊന്ന് പറയണമെന്ന് തോന്നി കേട്ടോ. ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ എനിക്ക് പറയണത്, അതുകൊണ്ട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ കുറച്ചെങ്കിലും ഒന്ന് ഉഷാറായത്. ഈ ഒരൊറ്റ കുട്ടി കാരണമാണ് കേട്ടോ ഞാൻ ഉഷാറായത്. ഇല്ലച്ച ഞാൻ ഇനി ഇങ്ങനെ കിടക്കുമായിരുന്നു. അവളെ കൊണ്ടില്ലേ പരദോഷണം ചെയ്താലും കുറച്ച് എന്നെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടി പറ്റി കേട്ടോ. ഇല്ലച്ച ഞാനിങ്ങനെ കിടക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചേ നമ്മളെ തകർക്കാനാണ് ആൾക്കാർ ചുറ്റും നടക്കണേ, നമ്മൾ തകർന്ന് കാണിച്ചു കൊടുക്കരുത് എന്ന് എനിക്ക് അങ്ങോട്ട് തോന്നി. എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷെ അതല്ലാണ്ട് ഇവളെ പോലുള്ള ആൾക്കാർ തളർത്തി ഞാൻ എന്തായാലും തളരില്ല, ഉറപ്പായിട്ടും. ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടിയാൽ വേണ്ടി വന്ന ഈ വീഡിയോയിൽ പറയാനും ഞാൻ മടിക്കില്ല കേട്ടോ. കാരണം എന്നെ അത്രയും തളർത്തിയൊരു കാര്യമാണ്. നോക്കാം നമുക്ക്. ഹലോ ഗൈസ്, അപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഫ്രഷ് ആവുകയൊന്നും ചെയ്തില്ല, അങ്ങനെ ഇരുന്നു. കാരണം ക്ലാസ്സിലൊന്നും എനിക്ക് ഫോണും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ പ്രമോഷൻ കാര്യങ്ങളൊക്കെ കുറേ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഇരുന്നു. പിന്നെ ഇവിടെ ചേച്ചി കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചായയൊക്കെ വെച്ച് കുടിച്ച്, ഞാൻ ചായ കുടിക്കത്തില്ല, ഇവർ ചായയൊക്കെ വെച്ച് കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ചു. അപ്പം എനിക്കൊന്ന് തല നനയ്ക്കണമെന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്ലോറിൻ വാട്ടർ ആണെന്ന് മമ്മി പറയണം, ഇടയിൽ തല നനയ്ക്കേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വെള്ളം മേടിക്കാൻ വേണ്ടി പോവാണ്, തല നനയ്ക്കേണ്ട വെള്ളം മേടിക്കാൻ വേണ്ടിയിട്ട്. ചേച്ചി ഉണ്ട് കമ്പനിക്ക്. അപ്പോൾ ക്യാൻ മൊത്തം 5 ലിറ്റേഴ്സ് ആണ് കേട്ടോ. അങ്ങനെ 2 ക്യാൻ മേടിച്ചിട്ടുണ്ട്. കാരണം ഇവിടുത്തെ വെള്ളത്തിൽ തല നനച്ച് എന്തായാലും എനിക്ക് മുടി ഒഴിയും. ഇപ്പോൾ ഒന്ന് മുടിയൊന്ന് മെല്ലെ മമ്മി ഓരോ പാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി തന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി അതുകൊണ്ട് നശിപ്പിക്കുന്നത് ശരിയല്ലല്ലോ അല്ലേ? ശരിയല്ല. അതുകൊണ്ട് നമ്മൾ ക്യാൻ വെള്ളം മേടിച്ചിട്ട് തന്നാലും ഇനിയിപ്പോൾ അവിടെ ഫിൽറ്റർ ക്ലോറിൻ അല്ലെങ്കിൽ അതിൽ വെച്ച് ചെയ്യായിരുന്നു. നമ്മൾ കുറച്ച് നടന്നുകൊണ്ട് ദൂരെ ഉണ്ടായിരുന്നു. ബിസ്മിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്, നടന്നുകൊണ്ട് ദൂരെയുള്ളൂ. ഇപ്പോഴും നടക്കുമ്പോഴാണ് കുറേ മാക്സ്, അതുപോലെ നമ്മൾ കുറേ സ്ഥലം സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറേ കഫീസൊക്കെ. അങ്ങനെ 2 ബോട്ടിൽ ക്യാൻ വെള്ളം മേടിച്ചു നമ്മളല്ലേ. എത്ര ഇത് 2 ലിറ്റേഴ്സ് ആണോ ചേച്ചി? 5 ലിറ്റേഴ്സ് ആണോ? ഉണ്ണിയാണ് കേട്ടോ. അവൾ വെള്ളിയാഴ്ചത്തെ എൻ്റെ അടുത്ത് പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ്, മറൈൻ ഡ്രൈവിലാണ് പറഞ്ഞിട്ട്. പക്ഷെ ഉണ്ണിയാണ് കേട്ടോ. നിൽക്കട്ടെ ഉണ്ണിമ, 1 മിനിറ്റ്. ആരോ വന്നിട്ട് തുറന്നു നോക്കട്ടെ കേട്ടോ. അത് നടക്കണ സൗണ്ട് കേട്ട്, നടക്കണ സൗണ്ട് സംസാരിക്കണം കൂടി എനിക്ക് കേൾക്കണ്ടായിരുന്നു. ഇങ്ങനെ നടക്കണത് സംസാരിക്കുമ്പോ എനിക്കറിയില്ല. ഓ, എന്നെ പറ്റിക്കാന്ന് എനിക്ക് മനസ്സിലായി. അല്ല ഞാൻ അപ്പൊ എന്താ ഞാൻ ഇവിടേക്ക് സൗണ്ട് ഉണ്ടാക്കിയാണല്ലോ എന്നെ. ഉണ്ണി നടന്ന് സംസാരിക്കുന്നത് എനിക്ക് ഫോണിൽ കൂടെ ഫീൽ ചെയ്യണ്ടായിരുന്നു. നടന്ന് മാപ്പം മറൈൻ ഡ്രൈവിൽ നടക്കാലോ, അങ്ങനെ വിചാരിച്ചൂടെ? ടെലിപ്പതി. എനിക്കെന്ത് പനി വരുന്ന പോലെ ഉണ്ട് ഉണ്ണി, നമുക്ക് വയ്യ. ഈ എന്ത് ബോഡിയൊക്കെ നല്ല വേദനയൊക്കെ ആയിട്ട്. എന്നിട്ട് മറൈൻ ഡ്രൈവിലാണ് 7 മണിക്ക് എത്തുള്ളൂ എന്നൊക്കെ പറയും. ഇവിടെ ആരും ഇല്ലേ? ശരി, വാ ഉള്ളിക്കിരിക്കാം. ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ? അതെ, ഇന്നത്തെ അടിപൊളിയാ ക്ലാസ്.
ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ ക്ലാസ് എല്ലാം മമ്മി നേരത്തെ പറഞ്ഞ പോലെ എല്ലാം അതിന്റെ ഒരു പൂർണ്ണതയിൽ എത്തിയിട്ട് പറയുന്നു. ഇപ്പൊ തന്നെ ഒരുപാട് കസസ് ഒക്കെ പറയുന്നുണ്ട് ഒരു പൂർണ്ണതയിൽ എത്തിയിട്ട് കാണിക്കാം. രേണു ചേച്ചി പോയി എവിടേക്ക്? വീട്ടിലേക്ക്. അതെയോ? ഓക്കെ ഓക്കെ. എപ്പോഴാ വരിക? ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് അത്ര വരുള്ളൂ. അപ്പൊ നാളെ ചേച്ചിക്ക് ലീവ് എടുത്തു അത്രേ. അതെയോ? ഓക്കെ. 8 പോയി നമ്മളതിനെ എന്നിട്ട് ഉമ്മയൊക്കെ തന്നിട്ട് പോവാ. അയ്യോ ഞാൻ ഓടി വരാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് ഇരുന്നോളാം. അവരൊക്കെ ഉള്ളപ്പോ ഒരു രസാട്ടെ. ഇനി 2 കുട്ടികളും കൂടി അവരുണ്ടല്ലോ, 2 ആളും കൂടി വരാണ്ട്. എല്ലാരും കൂടി ഞങ്ങൾ രാത്രി ഇവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയൂട്ടാ. നല്ല രസമാണ് രാത്രി. ചേച്ചി എപ്പോഴാ പോയപ്പോ? 4:10 വന്ന് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണു. വന്നതും ബാഗ് എടുത്തതും പോയി. ആന്റി അങ്ങോട്ട് പോയിരിക്കുക. ഡോറടിക്ക്. എനിക്ക് എന്തേലും വേണോ കഴിക്കാൻ? എന്തേ വാങ്ങിച്ചിട്ടോ പോയിട്ട്? അത് ബിസ്ക്കറ്റ് ഒക്കെ ഉള്ളൂ. ഇവിടെ എന്തോ പ്രശ്നം അറിയോ? നമുക്ക് വേണ്ട സാധനം വേണ്ട സ്ഥലത്ത് പോയി കിട്ടില്ല. അങ്ങനെ ഒരു ഇപ്പൊ ഞാനിപ്പോ ഇത്രയും പോയി വന്നില്ലേ ഇവിടെ ഇപ്പൊ ഞാൻ ഇത്രയും പോയി വന്നതിൽ എനിക്കൊരു വലിയൊരു ഡയറി മിൽക്കോ അങ്ങനെ ഒരു ചോക്ലേറ്റ് വാങ്ങിക്കാൻ ഒരു കട വരില്ല. അങ്ങനെ പറയണ്ട. ഇവിടെ ഉള്ള ആൾക്കാര് പ്രതികരിക്കും. അറിയാഞ്ഞിട്ടാണ് കട. അതാ ഞാൻ പറഞ്ഞ വേണ്ട സാധനം വേണ്ട സ്ഥലത്തില്ല. ഇന്നലെ ചേച്ചി പോയിട്ട് വേഗം വാങ്ങിച്ചിട്ട് വന്നല്ലോ പാല്. ഉണ്ണി പാലില്ലാന്ന് പറഞ്ഞിട്ട് വന്നു. ഞാൻ അതും ഒരു കടയിലല്ല ഞാൻ ചോദിക്കുന്നത്, കൊറേ കടയിൽ ചോദിക്കുന്നുണ്ടേ. എന്താ നല്ല വയ്യാണ്ടാവും. കിടന്നോ? ഞാൻ വേഗം ഫ്രഷ് ആവട്ടെ. എന്താ അറിയില്ല, ആ മരുന്ന് കഴിക്കുന്നതിന്റെ ഡോസ് അതുകൊണ്ട് വയറൊക്കെ വേദനിക്കുക, ചെവി വേദനിക്കില്ല. 7 മണിക്ക് അത് കഴിച്ച കഞ്ചാവ് അടിച്ചെന്തിയ പിറ്റേ ദിവസത്തിനൊന്നും എന്താ മരുന്നുകളൊക്കെ ഒരു ഡോസ് വെച്ചിട്ടാ. ഈ നൈറ്റ് ഒന്ന് കാണിക്കുന്നേ, ഇതിന്റെ ജസ്റ്റ് ഒന്ന് പറയണം. ഹലോ മമ്മി, ഞാൻ നല്ല ഹലോ മമ്മി പോയി കണ്ടായിരുന്നു കേട്ടോ. ഈ നൈറ്റി ഇല്ലേ, ഇത് പുതിയതാട്ടോ. ഇത് എനിക്ക് നമ്മൾ ഓണത്തിന് മുൻപ് അയച്ചു തന്നതാട്ടോ. അങ്ങനെ ലക്ഷ്യ എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് തന്ന ഒരു കുട്ടി അയച്ചു തന്നതാ. 3-4 നൈറ്റി അയച്ചു തന്നിട്ട് നല്ല നൈറ്റി ആയിരുന്നു കേട്ടോ. പിന്നെ അപ്പോഴത്തേനും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ അങ്ങനെ എഴുതി കൊടുക്കാം കേട്ടോ. വിളിച്ച കമൻറ്റ് ബോക്സിലോ. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്, നല്ല അടിപൊളി. ഇതിന് മുൻപ് എനിക്ക് ഇവർ 2 അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരെണ്ണം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണിക്ക് ഒരെണ്ണം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസാട്ടോ ഇടാനൊക്കെ, നല്ല കോട്ടൺ. ഞാനിത് ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ ഇത് വീഡിയോ കാണിക്കണം എന്നല്ല വിചാരിച്ച്, നേരെ ഒരു വീഡിയോയിൽ കാണിക്കാന്ന് വിചാരിച്ച്. കാരണം അത്രയും ഗുഡ് ക്വാളിറ്റിയാണ്. പിന്നെ വീട്ടിലിരിക്കുന്നവർക്ക് ഇച്ചിരി നല്ല ലുക്കായിട്ട് നല്ല രസമുണ്ട്. അപ്പോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ പാവം ആ കുട്ടി പാവം ചോദിച്ചും കൂടി ഇല്ല കേട്ടോ വീഡിയോ എടുത്തോന്ന് പോലും. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇതിന്റെ എന്തെങ്കിലും കോണ്ടാക്ട് നമ്പർ ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കട്ടെ. എനിക്ക് തലവേദനയൊക്കെ വരേണ്ടത് തോന്നുന്നു, എന്തൊക്കെയോ പനി എന്തൊക്കെയോ വരുന്ന പോലെയൊക്കെ ഉണ്ട്. ആ ഗുളിക കഴിച്ചതിന്റെ ഡോസ് ആണെന്നല്ലേ വയറൊക്കെ വേദനിക്കുക, എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും കുറച്ചു നേരം കൂടി പോയിട്ട് ചാച്ചേട്ടാ ചായ കുടിക്കണം. വെച്ചേരണോ? വേണ്ട, ഞാൻ ആ ചേച്ചിമാരും കൂടി വന്നിട്ട് ഞാൻ വെക്കാം. ഇനി 2 കുട്ടികളും കൂടി വരാനുണ്ട്. അപ്പൊ ഞാൻ അവർ വരുമ്പോഴത്തേക്കും ചായ വെച്ചിരിക്കും. പാവങ്ങള് എന്താ ഇല്ലെങ്കിൽ അവരൊക്കെ ചായ കുടിക്കത്തൊന്നുമില്ല. റൂമിൽ കയറി അപ്പൊ മമ്മി ഉള്ളതുകൊണ്ട് ചായയൊക്കെ വെച്ച് എല്ലാരും കൂടി ഈ ടേബിളിൽ ഇരുന്ന്. കുട്ടികളല്ലേ, ചെറുതിലെ കുട്ടികളാ, പഠിക്കാനും ജോലിക്കൊക്കെ ഉള്ള കുട്ടികളാണ്. അവിടെ എന്തോ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു തോന്നുന്നു. അതെ സൗണ്ട്. മമ്മി എന്തൊക്കെയോ കിച്ചണിൽ ചെയ്യേണ്ടത്, നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് പോയി നോക്കാം. ഓഹോ, ഇവിടെ ക്ലീൻ ചെയ്യും. പിന്നെ എവിടെ പോയാലും ക്ലീൻ ചെയ്യണം കേട്ടോ. ഇതെന്തുവാ, വെള്ളം തിളപ്പിക്കോ? കുടിക്കാൻ വെള്ളം വെച്ചതാണ്. മമ്മിക്ക് ഫിൽറ്റർ വെള്ളം സെറ്റ് ആവുന്നില്ല. ഞാനാണെങ്കിൽ ഫിൽറ്ററിലെ വെള്ളം കുടിക്കുന്നത്. എനിക്കാണെങ്കിൽ തിളപ്പിച്ച് കുടിക്കാന്ന് പറഞ്ഞാൽ മുതലാവത്തുള്ളൂ. കാരണം 2 ക്യാൻ ഞാൻ ഒരു ദിവസം കുടിക്കുന്നതുകൊണ്ട് ഇത് മുതലാവത്തില്ല. അല്ല കുഴപ്പമില്ല, പക്ഷെ എനിക്ക് വീട്ടിലായാലും ഞാൻ ഫിൽറ്റർ വെള്ളം തന്നെ കുടിക്കുക. പക്ഷെ ഇവിടുത്തെ ഫിൽറ്റർ വെള്ളത്തേക്കത് നമ്മുടെ വീട്ടിൽ തന്നെ ടേസ്റ്റ്. അതെ ഓക്കെ, ക്യാരി ഓൺ. വീട്ടിലെ അമ്മയെ പോലെയാണ് കേട്ടോ. ഇപ്പൊ എന്ന് പറഞ്ഞാ മമ്മി
മമ്മീനിട്ട് കാണിക്കാം. മമ്മിയാണെങ്കിലേ പിന്നെ മമ്മിയാണെങ്കിലേ ഇപ്പം എല്ലാവർക്കും ചായ വെച്ച്, ഞങ്ങളുടെ ഒരു ചായ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോലെ ചായ വെച്ചു, കുടിച്ചു, മറ്റേ അച്ഛ ചേച്ചിക്ക് കൊടുത്തു. എനിക്ക് പിന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ തന്നു. പിന്നെ വേറൊരു ചേച്ചിയും കൂടെ വരാണ്ട്. പിന്നെ 3 ചേച്ചിമാരാണ്. ഒരു ചേച്ചി ഇന്ന് നാട്ടിൽ പോയില്ലെങ്കിൽ എല്ലാവരും കൂടെ ആയിട്ടായിരുന്നു നമ്മൾ ചായയൊക്കെ കുടിക്കുക. പക്ഷെ ഒരു ചേച്ചി നാട്ടിൽ പോയി, വേറെ ചേച്ചി എത്തുന്നേ ഉള്ളൂ. അപ്പോൾ ആ ചേച്ചീനെ വിളിച്ചു ചോദിച്ചു, എവിടെ, മക്കളിനെ വിളിച്ചു ചോദിക്കണ പോലെ ചോദിക്കുന്നത്, എവിടെ വരാറായില്ലേ എന്നൊക്കെ. അപ്പോൾ ആ ചേച്ചി ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആൾ ക്ലീൻ ചെയ്യുവാണ്. ഇതെന്താ വീടാന്ന് വിചാരിച്ചിരിക്കുവാണോ? എനിക്കൊന്ന് ഫ്രഷ് ആവണം. ഫ്രഷ് ആയി കഴിഞ്ഞാൽ വേറെ പണിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ 2-3 വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു, അതൊന്ന് ഷൂട്ട് ചെയ്യണം. പിന്നെ വേറെ ചേച്ചി വന്നു, ഞാൻ ചേച്ചിയോടും കുറച്ച് നേരം സംസാരിച്ചിരിക്കും. ചേച്ചി വന്നു എന്ന് തോന്നുന്നു, സംസാരിച്ചിരിക്കും, മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഡോറ് തുറന്നു. ഓക്കെ ഗൈസ്, അപ്പം എൻ്റെ തലയിൽ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നല്ലൊരു റിലാക്സിങ് ഫീല്. കാരണം ഇപ്പോൾ 2-3 ദിവസമായി ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട്. കാരണം ഇവിടെ ഹെയർ വാഷ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഹെയർ വാഷ് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന ഈ ക്ലോറിൻ വാട്ടർ ഞാൻ പറഞ്ഞല്ലോ, അത് കാരണം മമ്മി വാഷ് ചെയ്യാൻ സമ്മതിപ്പിക്കത്തില്ല, മുടി നല്ല കൊഴിയുമെന്ന് പറഞ്ഞിട്ട്. സോ ഓയിൽ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു സുഖം. ഇപ്പോഴും അവിടെ പണി കഴിഞ്ഞിട്ടില്ല. സൗണ്ട് കേട്ടോണ്ടേ ഇരിക്കുന്നു. വീഡിയോ എടുക്കേണ്ട ഡിസ്റ്റർബായിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഉണ്ടോ, ക്യാൻ വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു സുഖം. ഞാൻ എന്തെങ്കിലും പാക്ക് എന്തെങ്കിലും ഇട്ടിട്ട് ഞാൻ ഹെഡ് വാഷ് ചെയ്യാൻ പോവാണ്. നല്ല രസമുണ്ടാവും, എക്സൈറ്റഡ് കുളിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓയിലിങ് ചെയ്തിട്ടേ ഉള്ളൂ. ഓയിലിങ് ചെയ്ത് നല്ലൊരു ഗുഡ് മസാജ് കൊടുത്തപ്പോൾ തന്നെ നല്ലൊരു റിലാക്സേഷൻ. ഇനി കുറച്ച് നേരം പിടിക്കട്ടെ, പിടിച്ചു കഴിഞ്ഞാലാണ് നല്ല നമുക്ക് എഫക്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ റൂട്ട്സിലോട്ടൊക്കെ ഇറങ്ങിപ്പോയിട്ട് അതങ്ങ് പിടിക്കട്ടെ. അപ്പോൾ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേനും കുളിച്ചിട്ട് വരാം, മേല് കഴുകിയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഹെഡ് വാഷ് ചെയ്യാം. എനിക്ക് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ എനിക്ക് കുറേ എന്തൊക്കെയോ ചെയ്യുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ മേല് കഴുകിയിട്ട് നമുക്ക് ഹെഡ് വാഷ് ചെയ്യാം. പിന്നെ എല്ലാവരും ഉറങ്ങി കേട്ടോ. എന്നത്തെയും പോലെ ഞങ്ങൾ 2 കൂടി ഇരിക്കുന്നുണ്ട്, ഞാനും ഉണ്ണി. പിന്നെ ഇവിടുത്തെ കൊച്ച് ലീന, അവൾ നാട്ടിൽ പോയിരിക്കുകയാണ്. വേറെയുള്ള കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടാ. അങ്ങനെ ഞാൻ എൻ്റെ ഉണ്ണിയും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഒരുപാട് പേര് പറഞ്ഞു, മമ്മി ഇങ്ങനെ സംസാരിച്ച് കണ്ടതിൽ ഒരുപാട് സന്തോഷം, മമ്മി ഇങ്ങനെ ഒന്ന് ചിരിച്ചതിൽ ഒരുപാട് സന്തോഷം, ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കും നിങ്ങളോടും പറയാനുള്ളത് ഒരുപാട് നന്ദി. കാരണം നിങ്ങളൊന്നും എൻ്റെ ആരുമല്ല, എന്നിട്ട് പോലും എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യുന്നു. അത്രയും ഒരു കടപ്പാടും നന്ദിയൊക്കെ എപ്പോഴും ഉണ്ടാവും. ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളെ കൂടെ ഉള്ളവർ തന്നെ നമ്മളെ തകർക്കാനും നമ്മളെ നാശം കാണാനും ആഗ്രഹിക്കുന്ന ലോകമാണ്. അങ്ങനെയുള്ളതിൽ എവിടെയോ കിടക്കുന്ന നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചത് എന്താ വെച്ചാൽ, ഇങ്ങനെ ഞാൻ ചിരിക്കാൻ ഒരു വ്യക്തി നിമിത്തമാണ് കേട്ടോ, ഉണ്ണിയല്ല. അങ്ങനെ ഞാൻ ഇങ്ങനെയെങ്കിലും ആവാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി നിമിത്തമാണ് കേട്ടോ. ചില ശത്രുക്കൾ നമ്മളെ നമ്മളൊന്ന് ഉയർത്ത് വരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പറഞ്ഞ പോലെ ഒരു പെൺകുട്ടി ഇതിൻ്റെ ഇടയിൽ കയറി കളിച്ചു കേട്ടോ. അപ്പോൾ എത്ര ദിവസമായി ഉണ്ണിയത്? ഒരു 1 വീക്കൊക്കെ ആയിട്ടുണ്ടാവും. കുറച്ചധികം നമ്മളെ ജീവിതത്തിൽ കയറി കളിച്ചു കേട്ടോ ആ പെൺകുട്ടി. ഏട്ടൻ്റെ വഴിയുള്ള ആളാണ്, ഏട്ടൻ്റെ കുടുംബമല്ല, ഫ്രണ്ട് സർക്കിളിൽ ആ വഴി പോകും കേട്ടോ. ആ വഴിയാണ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, എങ്കിലും ആ വഴിയാണ് കേട്ടോ. ആ പെൺകുട്ടിക്ക് എന്താ അതിൽ ലാഭമെന്നോ എന്താ അതിൽ നഷ്ടമെന്നോ ഒന്നും എനിക്കറിയില്ല. നമ്മൾ ഈ 2 മുഖം എന്നൊക്കെ പറയില്ലേ, നമ്മളടുത്ത് വന്നിട്ട് അയ്യോ പാവുന്ന പോലെ മെസ്സേജ് അയക്കുക, അതേപോലെ നമ്മളുടെ കൂട്ടുകാരായിട്ടുള്ളവർക്ക് നമ്മളെക്കുറിച്ച് ഏറ്റവും മോശമായിട്ടുള്ള
വേറെ ആരൊക്കെ ആൺകുട്ടികൾ അയച്ച വോയിസും ഉണ്ണീനെ എന്നെയൊക്കെ കുറിച്ച് ചീത്ത ഇതിലയച്ച വോയിസും ഇതൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ഈ അയച്ചെന്നതൊന്നും ഇനി ചേച്ചിയുടെ അടുത്തും മീൻ ചേച്ചിയുടെ അടുത്തും അവരോടും പറയണ്ട എന്നുള്ള രീതിയിൽ കേട്ടോ. എന്നിട്ട് എന്ത് ലാഭമാണ് കിട്ടുന്നത് എനിക്കറിയില്ല. പിന്നെ എനിക്ക് 2 പെൺകുട്ടികളാണ്, ഈ സ്ത്രീക്കും ഒരു പെൺകുട്ടിയാണ്. ഒരു പെൺകുട്ടിയുള്ള ഒരു അമ്മ ഒരിക്കലും ഇതുപോലുള്ള ഒരു നെറുകേടും ചെയ്യരുത്. കാരണം ഇന്ന് നമുക്ക് വന്ന നാളെ ആർക്കാണെന്ന് ഒരു പേടിയില്ല. ഒരാളുടെ കുടുംബം നാശാക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യരുത്, കരിവാരിത്തേക്കുന്ന ഒരു പ്രവൃത്തി. സത്യം പറഞ്ഞാൽ ഞാൻ തകർന്ന് തരിപ്പണായിട്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഇഷ്യൂ നടക്കുന്നത്. നമ്മളെക്കുറിച്ച് വേണ്ടാത്ത ചീത്ത കാര്യങ്ങൾ പോയിട്ട് ഓരോ വീഡിയോയിൽ പോയിട്ട് കമൻറ്റ് ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ, എല്ലാവിടെയും പോയിട്ട്. അപ്പോൾ ഇത് ഞാൻ മറ്റെന്താ പറയുക സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. ആ കമൻറ്റിൻ്റെ അവകാശം എന്തായാലും നമുക്ക് കണ്ടുപിടിക്കണമല്ലോ, പിടിക്കണം. പിന്നെ 2 വോയിസ് 2 ചേട്ടന്മാർ അയച്ചിട്ടുണ്ട്, ഭയങ്കര വൃത്തികേടായിട്ട്. ആ ചേട്ടന്മാരുടെ വോയിസും നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. അത് ഇവൾക്ക് അറിയാം കേട്ടോ, ഇവൾക്കറിയാം. ഇവളിനെ എനിക്ക് പേഴ്സണലി അറിയാം, പക്ഷെ ഇവളുടെ പുറകുള്ള ആൾക്കാരെ എനിക്കറിയില്ല. ഇവരൊരു ഗ്യാങ്ങാണ്. അപ്പം എന്തായാലും നിയമത്തിൻ്റെ വഴി പോയാൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അപ്പം അതുകൊണ്ട് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല. കാരണം നമ്മുടെ കരച്ചിൽ ആർക്കും കാണണ്ട, നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇവളെ പോലെയുള്ളവർക്ക് വേണ്ടിയിട്ടൊന്നും നമ്മൾ കരയേണ്ട ആവശ്യമില്ല എന്ന്. കാരണം എനിക്ക് മനസ്സിലായി കൂടെ നിൽക്കുന്ന പോലെ അഭിനയിച്ചിട്ട് പോലും നമ്മളുടെ നാശം കാണാനാണ് ആൾക്കാർക്ക് ആവശ്യം. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിട്ടോ അവിടെയും ഇവിടെയും പോയി പറഞ്ഞ് നമ്മളെ കുറിച്ച് കരിവാരി തേക്കാൻ വേണ്ടിയിട്ടാണ് ഇവളുടെയൊക്കെ ഒരു പണി. പക്ഷെ ഇവള് ചിന്തിക്കുന്നില്ല, ഇന്ന് എൻ്റെ കുടുംബത്തെ കരിവാരി തേച്ചാൽ നാളെ ഇവളുടെ കുടുംബത്തെ കരിവാരി തേക്കാൻ 1000 കൈകളുണ്ടാവുമെന്ന് ഇവള് ചിന്തിക്കുന്നില്ല. ഇത് ഞാൻ അത്രയും വേദനിച്ചിട്ട് പറയുന്നതാട്ടോ. ഏട്ടൻ പോയതിന് ശേഷമാണ് ഈ പറയുന്ന ചെറിയ കൂൺ പോലെ പൊട്ടിമുളച്ച് ഇവള് ഗ്യാങ്ങൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഏട്ടൻ്റെ ആ ഭാഗത്തുള്ള ഫ്രണ്ട്ഷിപ്പിലുള്ള ആൾക്കാരാണ്. പേരെടുത്ത് പറയേണ്ട ഒരു ആവശ്യം വന്നാൽ ഞാൻ പേരെടുത്ത് തന്നെ പറയും, ഇപ്പം ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട് കുറേയൊക്കെ. അപ്പോൾ പിന്നെ ഇതിപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ശരിക്കും ഡിപ്രഷൻ അടിച്ചിട്ട് ഞാൻ പണ്ടാരടങ്ങിയിരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. എനിക്ക് ഒന്നിനൊന്നിനും തോന്നുന്നുണ്ടായിരുന്നില്ല, പുറത്തു പോകാനായിക്കോട്ടെ ഒന്നിനും തോന്നുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്താ അറിയില്ല, എന്നെ വല്ലാതെ ബാധിച്ചിരുന്നു. പക്ഷെ ഈ ഒരു കാര്യം നടന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. എന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരി അവളോട് പറഞ്ഞിട്ട് അവളാണ് എന്നോട് പറഞ്ഞ്, അവൾ പറയാണ് ആ ചേച്ചി ഒന്നും അറിയാത്ത എന്നോട് അവരിത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയുന്ന എത്ര ആൾക്കാരോട് ഇതുപോലുള്ള നോണ പരത്തിയിട്ടുണ്ടാവും എന്ന് ആ കുട്ടി എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരാൾക്കാരുടെ സംസ്കാരമാണ്, അതവർ ചെയ്യട്ടെ എന്ന്. പിന്നെ എനിക്ക് അന്ന് രാത്രി എനിക്ക് എവിടുന്നോ ഇങ്ങനെ ധൈര്യം ഇങ്ങനെ വന്നു കേട്ടോ. ഞാൻ അതുവരെ ഒരു ഫേക്ക് കമൻറ്റോ ഒന്നും ഞാൻ വായിച്ചിരുന്നില്ല. ഇവിടെ അമ്മയുടെയൊക്കെ ഇൻ്റർവ്യൂ വന്നതിൻ്റെ കമൻസ് ഒന്നും ഞാൻ വായിച്ചിരുന്നില്ല കേട്ടോ. ഞാൻ പോയി അതൊക്കെ നോക്കി രാത്രി ഒരു 1 മണി 2 മണിക്ക് ഞാൻ അതൊക്കെ ഇരുന്ന് വായിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കമൻ്റ് ഇട്ടിരിക്കുന്നവരൊന്നും ഒന്നും തികഞ്ഞവരല്ല. അവർ ഒരു പക്ഷം ആൾക്കാർ ഇട്ടിരിക്കുന്നത് ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല, അതൊരു പറ്റം. പിന്നെ ആൾക്കാർ ഇട്ടിരിക്കുന്നത് എന്താണ്, ഞാൻ മോഡേൺ ആയിട്ട് നടക്കുന്നതാണ്. പിന്നെ ഒരാൾക്കാർ ഇട്ടിരിക്കുന്നത് ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നതാണ് പ്രശ്നം. പിന്നെ ഒരാൾക്കാർ ഇട്ടിരിക്കുന്നത് എൻ്റെ മക്കൾ ഡ്രസ്സ് ചെയ്യുന്നത്. ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ആ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പൊതുവെ അവർക്കൊന്നും ഞങ്ങൾ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് അവർ ഞങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറയാൻ കാരണം. അപ്പോൾ ഞാൻ അതും വിട്ടു. അതങ്ങ് വായിച്ചതോട് കൂടിയിട്ട് എനിക്ക് മനസ്സിലായി ആരും ഒന്നും തികഞ്ഞവരല്ല ഒരിക്കലും. പിന്നെ നമ്മളുടെ വേദന നമ്മളുടെ മാത്രമാണ്. ഒരിക്കൽ പോലും നമ്മൾക്ക് ഒരു 10 രൂപ തരാനോ എന്നാൽ നീ ചോറുണ്ടോ ചോദിക്കാൻ ആരുമില്ല. നമ്മൾക്ക് വേണ്ടി നമ്മൾ തന്നെ റെഡി ആവണം. പിന്നെ നമ്മളെ കരച്ചിൽ ആർക്കും കാണണ്ട.
അത് അവർക്ക് സന്തോഷം ഉണ്ടാക്കിയുള്ളൂ. അന്ന് രാത്രി തൊട്ട് എനിക്കൊരു ഭയങ്കരമായിട്ടൊരു ധൈര്യം ഉണ്ടായിട്ടോ. ഞാൻ എന്തോ ദൈവം എനിക്കൊരു വഴി തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അന്ന് തൊട്ട് എൻ്റെ ഇവിടെ അങ്ങനെ ഒരു വേദനയായിരുന്നു കേട്ടോ. അങ്ങനെ എപ്പോഴും ആ വേദനയിൽ കുറച്ചിങ്ങനെ സിമെൻറ്റും മണലൊക്കെ ഇട്ട് ഇങ്ങനെ തൂർത്ത പോലെ എനിക്കൊരു ഉഷാറ്, ഒരാശ്വാസം എനിക്ക് കിട്ടി. പിന്നെ ഞാൻ വിചാരിച്ചു ഈ പെണ്ണ് തന്നെ ഞാൻ അവളെ തന്നെ പറയട്ടെ, അവള് ഭയങ്കരമായിട്ടുള്ളൊരു ഈ ഏഷണി സ്വഭാവം എന്നൊക്കെ പറയില്ലേ, ഇവിടെ പറയുന്നത് അവിടെ കൊണ്ടു കൊടുക്കുക, അവിടെ പറയുന്നത് ഇവിടെ കൊണ്ടു കൊടുക്കാന്ന്. ഏട്ടൻ മരിക്കുന്നതിന് മുൻപേ ഇവളെക്കുറിച്ചും ഇവളെ ഹസ്ബൻഡിനെ കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെയുള്ള അടിയോടുള്ള പണികൾ വയ്ക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ തളർന്നു കിടന്നു കഴിഞ്ഞാൽ അത് എൻ്റെ മക്കളെയും കൂടി ബാധിക്കുന്ന ഒരു രീതിയിലുള്ള കടത്തായിരിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ ഒരുപാട് പേര് എന്നെ ചീത്ത പറയാൻ തുടങ്ങി. എന്തെങ്കിലും എഴുന്നേറ്റ് ചെയ്തുകൂടെ, എന്തെങ്കിലും എഴുന്നേറ്റ് പണിയെടുത്തുകൂടെ, ആ കുട്ടികളെന്നെ എന്തിനാ കഷ്ടപ്പെടണേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് നമ്മുടെ പാർട്ട്ണർ പോയി കഴിഞ്ഞാൽ നമുക്ക് സാധിക്കില്ല. നമ്മൾ ഒറ്റപ്പെടും. ശരിക്ക് നമുക്കൊന്നിനും പറ്റില്ല. പിന്നെ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുമായിരിക്കും. പക്ഷെ അതിന് നമ്മൾക്കൊരു ആപ്റ്റ് ആവാനും അല്ലെങ്കിൽ അതിനൊരു സമയം എടുക്കും. നമ്മൾക്ക് പറ്റില്ല. അപ്പം നിങ്ങൾ ഒരുപാട് പേര് എന്നെ അന്ന് കിടക്കുമ്പോഴൊക്കെ ചീത്ത പറഞ്ഞിരുന്നു, ആ കുട്ടികളെ കഷ്ടപ്പെടുത്തുകയാണ്, എന്താ എണീറ്റ് ചെയ്തുകൂടെ എന്നൊക്കെ. പക്ഷെ നമുക്ക് പറ്റില്ല കേട്ടോ. എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂവും കാര്യങ്ങളും ഉണ്ട്, പറ്റില്ല. ഇപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വേറെ ആരാണിച്ചാലും ഉണ്ണിയുടെ കൂടെ വരില്ല. ഞാൻ എൻ്റെ ഒരു ഇതും കൂടി നോക്കാണ്ട് എനിക്ക് മരുന്നും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതും കൂടി നോക്കാതെ ഞാൻ ഉണ്ണിയെ ബോക്സ് എടുക്ക്, അതും കൂടി നോക്കാതെ ഞാൻ ഉണ്ണിയുടെ കൂടെ വന്നേ. അപ്പം അതെൻ്റെ മക്കൾക്ക് എന്നുള്ള രീതിയിലല്ലേ ഇത്രയും മരുന്ന് കഴിക്കാണ്ട്. നോക്കിയേ, ഇത്രയും മരുന്ന് ഞാൻ കഴിക്കുന്നുണ്ട്. അത് ആ 7 മണിക്കുള്ള മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ബോധവുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ കുട്ടികളുടെ കൂടെ നിൽക്കുന്നില്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഏട്ടനുള്ളപ്പോൾ സമയത്ത് എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരാളാണ്. പിന്നെ ആളിട്ടിട്ടും കൂടെ പോയാൽ നമ്മളതെങ്ങനെ റിക്കവറായി മുന്നോട്ട് വരിക? എന്തായാലും നമ്മൾ വരും, റിക്കവറായി വരും. ഇപ്പോൾ ലാസ്റ്റ് എനിക്ക് അത്രയും എനിക്ക് വേദനിക്കാൻ കാരണം ഈ ഒരു ലേഡി ഉണ്ടാക്കിയ ഒരു വേദനയാണ് കേട്ടോ. ഞാൻ ആ കുട്ടീനെ അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല. അതങ്ങനെ ചെയ്യാനൊരു കാരണമുണ്ട് കേട്ടോ. ചെറിയൊരു റിവെഞ്ചിൻ്റെ പേരിൽ അവർ ചെയ്തിരിക്കുകയാണ്. അതൊക്കെ ഞാൻ പിന്നെ വഴിയെ പറയാം. എന്തായാലും നമ്മൾ പറയാതൊന്നും ഇരിക്കില്ല. ഞാൻ എന്തായാലും ആ കമൻറ്റ് ഇട്ടതും ഒക്കെ ഞാൻ സൈബർ സെല്ലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ സൈബർ സെല്ലിൽ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ ഈസിയാണെന്ന് അറിഞ്ഞു. 1-2 പേര് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെന്തായാലും കൊടുത്തിട്ടുണ്ട്. ഒരു വഴിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല പറഞ്ഞത് ശരിയല്ലല്ലോ. ഉള്ള കാര്യവും ഇല്ലാത്ത കാര്യവും എന്തൊക്കെ പടച്ചു വിടുന്ന് ഈ പറയുന്നവരുടെ വീട്ടിൽ പോയിട്ട് നോക്കണം. കറക്റ്റ് കാര്യം എന്താണെന്ന് അറിയണം വെച്ചാൽ. ഇത് വേറെ ആരെങ്കിലും വീട്ടിലുണ്ടാവുമ്പോൾ എന്താ സുഖം അതങ്ങോട്ട് തോണ്ടിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വഴിയെ ഓരോന്ന് നോക്കാം. ഞാനത് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി കേട്ടോ. എനിക്ക് കരയണമെന്നൊരാഗ്രഹമില്ല. മൈൻഡൊക്കെ അപ്പോൾ കേടൊന്ന് പോകുന്നതൊക്കെ ഉണ്ട്. എങ്കിലും മാക്സിമം ഞാൻ പിടിച്ച് നിൽക്കുക തന്നെ ചെയ്യും. പിന്നെ ഉണ്ണിയുടെ കോഴ്സും കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഒക്കെ ഒന്ന് സക്സസ്സിലേക്ക് എത്തിയിട്ട് പറയാമെന്ന് ഓർത്തിട്ടാ കേട്ടോ. നമ്മൾ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ ഓടി പറയണ്ടെന്ന് ഓർത്തു. തീർച്ചയായും പറയാം. ഇവിടെ ഒരുപാട് പേര് എന്നെ കാണണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടേ പോവുള്ളൂ. നമ്മൾ ലാസ്റ്റ് ഒരു ദിവസം നമ്മൾക്ക് കാണാൻ വേണ്ടി ഇറങ്ങാം കേട്ടോ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഹോസ്റ്റലല്ലേ, ഇവർക്കൊരു ബുദ്ധിമുട്ടായെങ്കിലും വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതൊന്ന് പറയണമെന്ന് തോന്നി. ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്. കിടക്കാം. തന്നെ നനച്ചൂല്ലേ? ആ ഫോണൊന്നും എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. ഫോൺ